Hello guys, welcome back to our channel Bangalore Mallu couple vlogs after a long time period of video എന്ന് പറയാം. അപ്പോൾ നമ്മൾ എല്ലാ വീക്കും ഓരോ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീക്ക് ബാംഗ്ലൂരിൽ തന്നെ ഓരോ പ്ലേസും പിന്നെ ബാംഗ്ലൂരിൻ്റെ അടുത്ത് ഒരു 50 to 60 കിലോമീറ്ററിൽ നിന്ന് വരുന്ന പ്ലേസസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഐഡിയ ആണ് കൊണ്ടുവന്ന് തരുന്നത് ഓരോ വീക്ക്. അപ്പോൾ അതിലേതാ ബെസ്റ്റ് ആ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം പ്രിഫർ ചെയ്തത് നിഗു ആണ്. അപ്പോൾ ആ ഒരു ബേസിസിലാണ് നമ്മളെല്ലാവരും അടിപൊളി ഹോപ്പായിട്ട് പോകുന്നത്. എന്തായാലും ഈ വീഡിയോ മൊത്തം കണ്ടു നോക്കാം. അപ്പോൾ ഈ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ആരാണ് പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു പ്ലാൻ ഫ്ലോപ്പായാൽ അവരെ നമ്മൾ ഇല്ലാതെയാക്കുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന് എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു എല്ലാ വിശേഷങ്ങളും ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം. അതിനിടയ്ക്ക് ഞാനൊരു ചെറിയ ക്ലിപ്പ് ഇട്ടായിരുന്നു, അതാണ് ഇത്. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾ വിചാരിക്കും ഇത് എന്തുകൊണ്ടാണ് ഇടുന്നതെന്ന്. ഇത് നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്ലേസ് ഇതേ നെയിമിലുള്ളതുകൊണ്ടാട്ടോ ഞാൻ ഇട്ടത്. അത് കഴിഞ്ഞ് നല്ലപോലെ വിശന്നു. അവിടെ ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. നമ്മൾ പോണ പ്ലേസ് കൃഷ്ണഗിരി വാട്ടർഫോൾസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹോപ്പാണ്, അതായത് പോയി കളിക്കാം, വെള്ളത്തിൽ ഇറങ്ങാം, അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ, ചാടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പോണ പ്ലേസ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയുമില്ല. നല്ല പ്ലേസ് എന്ന് പറയാം. ഒരു ഫോറസ്റ്റ് പോലത്തെ പ്ലേസും പഴയ വീടുകളും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് വണ്ടിയൊക്കെ നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഓഫ് റോഡ് പോലെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി കൊണ്ട് ഓഫ് റോഡ് പോകാനുള്ള ഒരു വഴിയുമില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തത് നമുക്ക് എവിടെയെങ്കിലും സേഫായിട്ട് വണ്ടി നിർത്തിയിട്ട് പോകാമെന്നായിരുന്നു. അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. സ്ഥലത്തെത്താനായി വരുമ്പോ നീ കൂടെ കിട്ടിക്കോ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് താഴെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് താഴെ തന്നെ വണ്ടി നിർത്താമെന്ന്. അങ്ങനെ ഹരത്തേട്ടനും അപ്പേട്ടനും കൂടി പോയി പിന്നെയും വണ്ടി എടുത്തിട്ട് റിട്ടേൺ വരികയാണ്. താഴെ എവിടെയെങ്കിലും സേഫായിട്ട് നിർത്താമെന്ന്. നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ വാക്ക്. നമ്മൾ വന്ന സമയം കൊടും വെയിലും പേരും ചൂടും. ഞങ്ങൾ പിന്നെയും വണ്ടി എടുത്തിട്ട് മേലെ പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. വണ്ടി ഉള്ളിലോട്ട് പോകുന്നതാണ് നമുക്ക് ഏകദേശം വഴി കണ്ടപ്പോൾ തോന്നിയപ്പോൾ പിന്നെ മേലെ കയറി വണ്ടി എടുത്തിട്ട് വന്നിരിക്കുക. നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് സ്ഥലം. അതാ ഇവിടെ കുറേ പേരുണ്ട്. ഫുഡൊക്കെ ആക്കി വന്ന് കഴിക്കുന്നുണ്ട്. നമ്മളങ്ങനെ വണ്ടി ലോക്കാക്കിയോടാ. ഒന്നും ഇവിടെ വെള്ളം അങ്ങനെ ചാടാൻ പറ്റിയ വെള്ളമൊന്നുമില്ല. പക്ഷെ അവിടെ എല്ലാവരും ചാടുണ്ട്. നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം അല്ലേ. അവിടെ സ്ഥലത്ത് ഉള്ളിൽ വന്നു. ഇവിടെ വലിയൊരു പാറ, ഇവിടെ പുതിയതായിട്ട് ഡാം എന്തോ പണിയുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലം കേട്ടോ. നമ്മൾ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് വന്നതെങ്കിലും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതായത് നമ്മൾ വന്നിട്ട് ഇവിടെ മൂഞ്ചിരിക്കുക. നമ്മൾ ഏകദേശം വന്നു, വേറെ വീഡിയോ കണ്ടിട്ടാ വന്നേ. പക്ഷെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ കെട്ടിക്കിടക്കണ വെള്ളം, പച്ച കളർ വെള്ളവും നിറച്ച ആൾക്കാരും, ഒരു വൃത്തിയില്ല. അപ്പോൾ കൊള്ളൂല സ്ഥലം. വന്ന് ചില വീക്ക് ഡേയ്സിലൊക്കെ വരാൻ നമ്മൾ മാത്രമുള്ളപ്പോൾ രസമാണ്. പക്ഷെ ഒരുപാട് പേരുള്ളപ്പോൾ വരാനൊരു സംഭവം ഇല്ലാതാനും കൊള്ളൂല. സ്ഥലം കൊള്ളാം, പക്ഷെ വെള്ളം കൊള്ളൂല, ഇറങ്ങി കുളിക്കാൻ പറ്റൂല. നമ്മൾ ഇവിടുന്ന് അടുത്ത വേറെ എവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇത് ഇവിടുന്ന് വെള്ളം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. കാരണം മൊത്തം പച്ച കളർ വെള്ളം, കെട്ടി നിൽക്കുന്ന വെള്ളം. എല്ലാവരും അവിടെ ഇരിക്കുന്നതാ. ഇത് അവനാണ് ആളെ കൊണ്ടുവന്നത്. നിഗോ അവൻ്റെ വാട്ടർഫാൾസ് കൊണ്ടുവന്നത്.
അടുത്ത സ്ഥലത്ത് പോയാലോ? സ്ഥലം നമ്മൾ അത്ര പോരാ, നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിവിടുന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മെല്ലെ പോവാന്ന് ചോദിച്ചു. വേറെ ഏതെങ്കിലും സ്ഥലം ഏതാ ഉള്ളതെന്നുള്ളത് നോക്കിയിട്ട് അങ്ങോട്ട് പോകണം. എന്തായാലും നോക്കാം അടുത്ത സ്ഥലം. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാം, മൂഞ്ചി അവസ്ഥയിലാണ് എല്ലാവരുടെ ഹോപ്പും പോയി. നിഗുനെ നല്ലപോലെ ഞങ്ങൾ ഹെയറിലിട്ടു. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചെങ്കിലും വെയിലും ക്ഷീണമൊക്കെ കാരണം നമുക്ക് ബാംഗ്ലൂരിലെത്താൻ നല്ല ലേറ്റ് ആവും. അതുകൊണ്ട് എല്ലാവരും ബാംഗ്ലൂരിലോട്ട് തിരിച്ചു പോവുകയാണ്. അതിനിടയ്ക്ക് ഏട്ടൻ വണ്ടിയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ബോഗൻവില്ല കട്ട് പറക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ.